അയ്യപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകാശത്തോളം ഞാൻ സ്നേഹിക്കും. എനിക്കും ഡിപ്രഷനായിരുന്നു. എൻ്റെ ഡിപ്രഷൻ മാറിയതും അവള് പാടാൻ തുടങ്ങിയതിന് ശേഷം. അവിടെ പോയാൽ ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല. പമ്പയിൽ ഇങ്ങനെ കളിച്ച് നടക്കണം, സന്നിധാനത്ത് കളിച്ച് നടക്കണം. ശബരിമലയിൽ ചെന്ന് പാടുമ്പോഴൊക്കെ അയ്യപ്പൻ അടുത്ത് വന്ന് നിൽക്കുന്ന പോലൊക്കെ തോന്നും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കൂടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. അയ്യപ്പനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആകാശത്തോളം ഞാൻ സ്നേഹിക്കും. ഇപ്പൊ എത്ര തവണയായി ശബരിമലയിൽ സന്നിധാനത്ത് പോയി? 14 തവണയായി. ഒരു ഒന്നര വർഷത്തോളം. ഒരു വർഷത്തോളം പമ്പ പാടി, പിന്നെ 2 തവണ ശബരിമലയിലും പാടി. അങ്ങനെ തോന്നാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, അയ്യപ്പനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു അയ്യപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പോസിറ്റീവ് എനർജിയാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അയ്യപ്പൻ ശബരിമലയിൽ ചെന്ന് പാടുമ്പോഴൊക്കെ അയ്യപ്പൻ അടുത്ത് വന്ന് നിൽക്കുന്ന പോലൊക്കെ തോന്നും. ആദ്യം പാടിയപ്പോൾ അയ്യപ്പൻ അടുത്ത് വന്ന് നിൽക്കുന്ന പോലെ തോന്നി. എന്നെ ആദ്യം ഒന്ന് വിറച്ചു. എന്നാലും ആരോ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആരും ഇല്ല, പക്ഷെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. ഇസബേൽ വി പ്രശാന്ത്. അയ്യോ, ഒരു 3.5 വയസ്സ് മുതൽ പാടും. അതിനുശേഷം പമ്പയ്ക്ക് ബസ്സൊക്കെ പോകുമ്പോൾ എപ്പോഴും അച്ഛനോട് പറയും ശബരിമലയ്ക്ക് പോകണം. അപ്പം അച്ഛൻ പറയും എനിക്ക് ശ്വാസം മുട്ടല മോനെ, എനിക്ക് കയറി പോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നിരുന്ന് അടുത്തായിട്ടും പോകാൻ സാധിച്ചില്ല. പക്ഷെ അച്ഛൻ്റെ മരണശേഷം ഇങ്ങനെ സ്റ്റേജുകളിലൊക്കെ പാടാൻ പോയി. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പാടി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്നോട് വൈകിട്ട് വന്ന് പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ പാടിയല്ലോ, എനിക്ക് സന്നിധാനത്ത് പാടണമെന്ന്. ഞാൻ പറഞ്ഞ പോലെ ഈ സാധാരണ അമ്പലങ്ങളൊക്കെ നമുക്ക് പാടാം, പക്ഷെ സന്നിധാനത്ത് പാടണമെങ്കിൽ അത് എളുപ്പമല്ല. കാര്യം വർഷങ്ങളോളം ബുക്ക് ചെയ്തിട്ടാണ് പാടുന്നത്. പക്ഷെ ഭയങ്കര വാശിയായിരുന്നു. പക്ഷേ കുഞ്ഞിൻ്റെ ആ ഒരു പാടണമെന്ന് പറയുന്നത് അയ്യപ്പൻ കേട്ടതായിരിക്കും. കെട്ടി ശബരിമലയ്ക്ക് പോയി അവിടെ ചെന്ന് തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ പാടാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ബുക്ക് ചെയ്താലേ പാടാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും കുഞ്ഞൊരു പാട്ട് പഠിക്കണം പറഞ്ഞു. അത് പാടി ഇറങ്ങി വന്നു. അവിടെ പോയാൽ ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല. പമ്പയിൽ ഇങ്ങനെ കളിച്ച് നടക്കണം, സന്നിധാനത്ത് കളിച്ച് നടക്കണം. അതാ എന്നോട് പറയും പോവണ്ട, നമുക്കിവിടെ ഇരിക്കാമെന്നൊക്കെ പറയും, തിരിച്ചു വരണ്ട, അവിടെ ഇഷ്ടം. അപ്പം ഞാൻ ചോദിച്ചു അയ്യപ്പനോട് എന്ത് സ്നേഹം ചോദിച്ചപ്പോൾ എനിക്ക് നല്ല ഫ്രണ്ട്ലി കൂട്ടുകാരെ പോലാണെന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ മരണശേഷമാണ് ഭയങ്കര വാശി പോകണമെന്ന്. 2ാം വർഷവും പോയി സന്നിധാനത്ത് പാടി ഇറങ്ങി വന്നപ്പോൾ 10 വയസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പാടാൻ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ പമ്പയെ പാടട്ടെ, അവൾക്ക് പറ്റുന്നിടത്തോളം. ഒരുപാട് അമ്പലങ്ങളിലും സ്റ്റേജുകളിലും പാടിയിട്ടുണ്ട്. പക്ഷെ പമ്പയിൽ പാടുന്ന പോലെ അല്ലെ സന്നിധാനത്ത് പാടുന്ന പോലെ അവൾ വേറെ എവിടെയും പെർഫോം ചെയ്യത്തില്ല. അവിടെ പോയാൽ ഇങ്ങനെ കളിച്ച് ഒരു പാട്ട് പാടിയിട്ട് അതുവഴിയെല്ലാം കളിച്ച് നടക്കും, അടുത്ത പാട്ട് പാടും. അങ്ങനെ അയ്യപ്പൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും പാടുന്നതും. എല്ലാ മാസവും മലയാള മാസം 5 തീയതിക്കകം ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെല്ലും. കൊറോണ ഒക്കെ വന്ന സമയത്ത് അച്ഛൻ മരിച്ചതിന് ശേഷം മരിച്ചത് കൊറോണ ആയിരുന്നു. അത് ആ പെട്ടെന്നുള്ള മരണം ആശാട്ടിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കുഞ്ഞായിരുന്നെങ്കിൽ പോലും അത് കരച്ചിലൂടല്ല, ഞാൻ കരയുമല്ലോ എന്ന് ഓർത്ത് അവർ കരയാതിരുന്ന് അവരുള്ളിൽ അത് ഒതുക്കി. പക്ഷെ അത് അവിടെ സങ്കടങ്ങൾ അവളെ ഒതുക്കി വെച്ചുകൊണ്ടുകൂടെ അവൾ സ്കൂളിൽ പോകാൻ മടിച്ചു, പാട്ട് പാടത്തില്ല, ഡാൻസ് ചെയ്യത്തില്ല, നന്നായി വരയെല്ലാം നിർത്തി. പക്ഷെ അയ്യപ്പൻ്റെ സന്നിധിയിൽ പോയി, ശബരിമല സന്നിധിയിൽ പോയി പാടിയതിനു ശേഷമാണ് അല്ല എല്ലാ ദിവസവും എന്നെ ഇറിറ്റേറ്റ് ചെയ്യും. എനിക്ക് പമ്പയിൽ പോകണം, ശബരിമല പോകണം, എന്നെ വീട്, ഞാനും അദ്ദേഹമാണ് 2ാമത്തെ ചേട്ടൻ, ഞങ്ങൾ 2 പേരും കൂടെ പോകാമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇവരുടെ ഒരു മൂത്ത ചേട്ടനെ കൊണ്ട് രാജേഷിനോട് പറഞ്ഞു. അപ്പോൾ രാജേഷ് പറഞ്ഞു മോനെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവനും ഇവരുടെ മൂത്ത ഒരു ചേട്ടനുണ്ട് അനന്തപത്മനാഭൻ, അവനും കൂടി ശബരിമലയെ കൊണ്ടുപോയി. പിന്നെ ആശാട്ടിക്ക് ഇതൊരു ഹരമാണ്, എല്ലാ മാസം പോകണം, എല്ലാ ദിവസവും അങ്ങ് പോകണമെന്ന് ആഗ്രഹം. എനിക്കും ഡിപ്രഷനായിരുന്നു. എൻ്റെ ഡിപ്രഷൻ മാറിയതും അവൾ പാടാൻ തുടങ്ങിയതിന് ശേഷം.
സത്യം പറഞ്ഞാൽ അവിടെ പാട്ടുകൊണ്ടാണ് ആ മരണത്തെ ഞങ്ങൾ അതിജീവിച്ച് ഈ 3 വർഷം ഞങ്ങൾ പോയത്. ഈ ഒരു വർഷം ഈ അയ്യപ്പ സന്നിധി പാടിയതിനു ശേഷം ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒത്തിരി പോസിറ്റീവായി. ഞങ്ങളിങ്ങനെ ആയിരുന്നില്ല. ആ ലൈഫ് രാജസ്ഥാനിലായിരുന്നു. അവന് ഇസബേലിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നു. അങ്ങനെ നാട്ടിൽ വരികയായിരുന്നു. നാട്ടിൽ വന്ന് ജോലിയൊന്നും കിട്ടാതായപ്പോൾ സ്വയം തൊഴിൽ സംരംഭം ചെയ്തു. ഒരു മില്ല് തുടങ്ങി. അത് 2017 ബെസ്റ്റ് എൻ്റർപ്രണർ അവാർഡ് കിട്ടി. പിന്നെ നിരവധി അവാർഡുകൾ കിട്ടി. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഇതെല്ലാം അവസാനിച്ചു. ഒരു സുഭിക്ഷ ഹോട്ടൽ ചെയ്തു. മരണത്തോട് അവസാനിച്ചു. അതെ, ഇതാണ് ഞങ്ങളുടെ സംരംഭം. ആശാസ് എന്നാണ് പേര്. 2013 ജൂലൈയിലാണ് തുടങ്ങിയത്. ജൂലൈ തുടങ്ങി ഒരു 2 വർഷത്തിനകത്ത് 11 പ്രോഡക്റ്റ്, ഏറ്റവും മായമില്ലാത്ത പ്രോഡക്റ്റായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 2017 അവാർഡ് കിട്ടി. 40 ലക്ഷം രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു ചെറിയ മില്ലാണിത്. ഏകദേശം 12 തൊഴിലാളികൾ ഇവിടെയും അപ്പുറത്തുമായി മൊത്തം 25 തൊഴിലാളികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ പോയത് ആശാസ് എന്ന് പറയുന്ന ചമ്മന്തിപ്പൊടിയാണ്. പൂനെയിലും ഗുജറാത്തിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നമുക്ക് ഏറ്റവും നല്ല അവാർഡ് കിട്ടിയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഞാനും ഡിപ്രഷനിലായി. നമ്മുടെ എൻ്റെ 2 സംരംഭങ്ങളും നശിച്ചു. ജപ്തി ഭീഷണിയായി. ജപ്തി ചെയ്തു, പഞ്ചായത്തിൽ നിന്നൊക്കെ ജപ്തി ചെയ്തു. എൻ്റെ ഹോട്ടൽ അടച്ചിട്ടു. എൻ്റെ മക്കളെ സ്കൂളിൽ വിടാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വരെ ബുദ്ധിമുട്ടിയ അവസ്ഥകളുണ്ടായിരുന്നു. അന്ന് പോലും ആരും നമ്മളെ കൈപിടിച്ചില്ല. പക്ഷേ അതിനുശേഷം ഇസബേൽ പറഞ്ഞൊരു വാക്ക് എനിക്ക് പറയാം. ജീവിക്കാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. പിന്നെ അച്ഛൻ പോയത് എവിടാണെന്നറിയാം, നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം ഇനി ജീവിക്കണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത്, അച്ഛൻ പോയത് എവിടോട്ടാണെന്ന് അമ്മയ്ക്കറിയോ? കൃത്യമായിട്ടറിയോ? ഇല്ല. അറിയാതെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകുന്നേ. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഈ ഹോംവർക്ക് ഒന്ന് ചെയ്തിട്ട് മരിച്ചാൽ മതിയോ? അതുവരെ ഒന്ന് കാത്തിരിക്കുവോ എന്ന് പറയുന്ന ചില ഇസബേല് പറയും. ഇസബേല് അങ്ങനെയൊക്കെ ഒത്തിരി കൗണ്ടർ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇസബേല് എൻ്റെ വിഷമങ്ങളെയൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് മാറ്റി നിർത്തി. പക്ഷെ ആ ചെറിയ വാക്കുകൾ, ആ കുഞ്ഞിൻ്റെ ചെറിയ വാക്കുകൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വലിയൊരു. അവസാനം പമ്പ പാടാൻ ചെന്നപ്പോൾ പാടാൻ പറ്റാതെ വിഷമത്തിൽ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു തിരുമേനി പറഞ്ഞു, ഇവിടെ വെള്ളം പൊങ്ങി, അത് സ്ത്രീകൾ കയറിയിട്ടാണ്. അപ്പോൾ പറഞ്ഞു, സുനാമി വന്നത് ഞങ്ങൾ കയറിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് കരഞ്ഞോണ്ടാണ് തേടി വരും കണ്ണുകളിൽ പാടിയത്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി.